ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നതിന് ശേഷം നമുക്ക് കുറേയധികം എൻക്വയറീസ് വരുന്നൊരു ക്വസ്റ്റ്യൻസാണ്. നമുക്ക് ചൈനയിൽ നിന്ന് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം, അതേപോലെ തന്നെ അത് കൊറിയർ അയക്കാൻ പറ്റുമോ, അതേപോലെ കസ്റ്റം ക്ലിയറൻസ് എങ്ങനെ ചെയ്യാം, ഷിപ്പിങ്, അതുപോലെ കുറേ ഡൗട്ട്സുകൾ കുറേ അധികം ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇമ്പോർട്ടിങ് ഫ്രം ചൈന അല്ലെങ്കിൽ വേൾഡ് വൈഡിൽ തന്നെ നോക്കുമ്പോൾ ഏറ്റവും വലിയ B2B സൈറ്റിലൊന്നാണ് അലിബാബ. അപ്പോൾ എല്ലാവരും അലിബാബ വിസിറ്റ് ചെയ്യാത്ത ഒരാളും ഉണ്ടാവില്ല. അപ്പോൾ അലിബാബയിൽ നിന്നായിരിക്കും എല്ലാവരും ഓൾമോസ്റ്റ് ഫസ്റ്റ് തന്നെ പ്രൈസ് എടുക്കാൻ നോക്കുന്നത്. അതുപോലെ അലിബാബയിൽ ഓപ്പൺ ചെയ്ത് പ്രൈസ് എല്ലാം കിട്ടി സ്റ്റക്കായി നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിലൊക്കെ ഒരു സൊല്യൂഷനായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഇമ്പോർട്ടിങ് ഫ്രം ചൈന എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓടി വരുന്ന ഒരു നെയിമാണ് അലിബാബ എന്നുള്ളത്. അപ്പോൾ അലിബാബ എന്നുള്ളത് നമുക്ക് സപ്ലയേഴ്സിനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള B2B പ്ലാറ്റ്ഫോമാണ് ചൈനയിലെ മെയിനായിട്ടുള്ള. അതേപോലെ തന്നെ വേറെ വെബ്സൈറ്റുകളെന്ന് പറയുന്നത് globalsources.com ഉണ്ട്, madeinchina.com ഉണ്ട്. അതേപോലെ കുറേ അധികം വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. ഇതാണ് ഏകദേശം മേജറായിട്ട് യൂസ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സപ്ലയറിനെ ഫൈൻഡ് ചെയ്യാം. ഇതിൽ നിന്ന് നമ്മുടെ എന്ത് പ്രൊഡക്റ്റാണോ നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് സപ്ലയറിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം അവരുടെ ആയിട്ട് സംസാരിച്ച് നമുക്ക് പ്രൈസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാം. പിന്നെ അതിന് ശേഷം എന്ന് പറയുന്നത് നമുക്ക് ഷിപ്പിംഗ് ആണ്. ഷിപ്പിംഗ് ടു ഇന്ത്യ എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് എവിടേക്കാണോ വേണ്ടത് അങ്ങോട്ട് ഷിപ്പിംഗ്. അതാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യലാണ്. അപ്പോൾ നമുക്ക് സാമ്പിൾ ഒന്നില്ലെങ്കിൽ നാട്ടിലോട്ട് അയക്കാം. ഫെഡെക്സ് DHL വഴി നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഒരു 3000-4000 കോസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഒരു 1 kg ആ ഒരു റേഞ്ചിൽ വരുമ്പോൾ 5000 താഴെയുള്ള പ്രൊഡക്റ്റ് ആകുമ്പോൾ നമുക്ക് കസ്റ്റം ക്ലിയറൻസ് ഒന്നും വരാൻ ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. നമ്മൾ KYC അപ്ഡേറ്റ് ചെയ്യേണ്ട ഓപ്ഷന് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ KYC നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമുക്ക് സാമ്പിൾസ് എടുക്കാൻ കഴിയുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനം നമ്മൾ മിനിമം ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യാം. മിനിമം MOQ എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ഓർഡർ ചെയ്ത് നാട്ടിലേക്ക് നമുക്ക് സാമ്പിൾ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എവിടേക്കാണോ നമുക്ക് ഡെലിവറി വേണ്ടത്, UAE ആണോ, സൗദി, ഇനിയിപ്പോൾ ഏത് കൺട്രിയിലേക്കാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് എവിടേക്കാണോ വേണ്ടത് എന്നുള്ളത് മിനിമം ക്വാണ്ടിറ്റി വെച്ച് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യാനും പറ്റും. കുഴപ്പമില്ലാത്ത ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. നമുക്ക് അടുത്ത ബൾക്ക് ക്വാണ്ടിറ്റി എങ്ങനെ പർച്ചേസ് ചെയ്യാം എന്നുള്ളതിൽ നോക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ നമ്മൾ അലിബാബയിൽ സെർച്ച് ചെയ്യുമ്പോൾ സപ്ലയേഴ്സിനേക്കാളും കൂടുതൽ അതിൽ ട്രേഡേഴ്സാണുള്ളത്. അപ്പോൾ നമ്മൾ പ്രൈസ് എടുക്കുന്ന സമയത്ത് നമുക്കത് കിട്ടുന്ന പ്രൈസ് എന്നുള്ളത് ചിലപ്പോൾ കറക്റ്റായിട്ടുള്ള പ്രൈസ് ആവാനുള്ള ചാൻസസ് കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താലും നമുക്ക് ബെസ്റ്റ് പ്രൈസ് നല്ല രീതിയിൽ സോഴ്സ് ചെയ്ത് തരാൻ പറ്റും. അതായത് ഇപ്പോൾ അലിബാബയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സപ്ലയേഴ്സിനേക്കാളും, അതായത് കമ്പനി മാനുഫാക്ചറിങ് പ്ലാന്റ് ഉള്ളവരെക്കാളും കൂടുതൽ ട്രേഡേഴ്സാണ് അലിബാബയിൽ രജിസ്റ്റർ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള പ്രൈസ് എടുത്തു തരാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ അലിബാബയിൽ ഓൾറെഡി പ്രൈസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടി നമുക്ക് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ, നമ്മളെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബെസ്റ്റ് പ്രൈസ് ഓഫർ ചെയ്യാൻ ചിലപ്പോൾ കഴിയും. ഓക്കെ, പ്രൊഡക്റ്റ് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് നമുക്ക് അവിടെ അടുത്തുള്ള വെയർഹൗസുകളിലേക്ക് ഷിപ്പിംഗ്, നമ്മുടെ ലോജിസ്റ്റിക് കമ്പനിയായിട്ട് ടൈപ്പ് ആയിട്ടുള്ള വെയർഹൗസിലേക്ക് നമുക്ക് പ്രൊഡക്റ്റ് നമ്മൾ കൊറിയർ ചെയ്യേണ്ടി വരും. അത് സപ്ലയേഴ്സ് നമുക്ക് ചെയ്തു തരും. അപ്പോൾ അതിന് ശേഷം നമ്മൾ നാട്ടിലേക്ക്, അത് സീ ത്രൂ ആണെങ്കിൽ ഏകദേശം ഒരു 25 to 40 ഡേയ്സിലാണ് നാട്ടിലെത്തുന്നത്. എയർ ത്രൂ ആകുമ്പോൾ ഒരു 8 to 10 ഡേയ്സ് അല്ലെങ്കിൽ 8 to 15 ഡേയ്സിലൊക്കെ നമുക്ക് ചെന്നൈ അല്ലെങ്കിൽ കൊച്ചി, നാട്ടിലായിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഏത് കൺട്രിയിലോട്ടാണെങ്കിലും അത് തന്നെയാണ് അതിൻ്റെ പ്രൊസീജിയർ വരുന്നത്. അത്യാവശ്യം വെയിറ്റ് വരുന്ന പ്രൊഡക്റ്റുകളാകുമ്പോൾ നമുക്ക് സീ ത്രൂ എടുക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. നമുക്കൊരു 30 to 45 ഡേയ്സിൻ്റെ അടുത്താവും ക്ലിയറിംഗ് എല്ലാം കഴിഞ്ഞ് കിട്ടുമ്പോൾ. പക്ഷെ എന്നാലും നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് സീ ത്രൂ എടുക്കുന്നതായിരിക്കും ബെറ്റർ. എയർ ത്രൂ ആവുന്ന സമയത്ത് നമുക്ക് പ്രൈസ് കൂടുതലായിരിക്കും. ഫാസ്റ്റായിട്ട് കിട്ടാൻ ചാൻസ് ഉള്ള പ്രൊഡക്റ്റുകൾ, വെയിറ്റ് കുറവുള്ള ഐറ്റംസ് നമുക്ക് എയർ ത്രൂ ചെയ്യാൻ പറ്റും. അല്ലാത്ത പ്രൊഡക്റ്റുകളെല്ലാം സീ ത്രൂ ആയിരിക്കും എപ്പോഴും. പ്രൈസ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ സീ ത്രൂ എടുക്കുന്നതായിരിക്കും ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ.
നമ്മുടെ കൺസൈൻമെൻറ്റ് നമുക്ക് പോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ കൊച്ചി അല്ലെങ്കിൽ ചെന്നൈ, മുംബൈ അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ എങ്ങോട്ടാണോ ഇമ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ പോർട്ടിൽ നമ്മുടെ കസ്റ്റം ക്ലിയറൻസ് ഏജൻറ്റായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്ത് നമ്മുടെ കോഡ് അതുപോലുള്ള കുറച്ച് ഡാറ്റാസ് എല്ലാം നമ്മൾ കൊടുക്കണം. പാക്കിംഗ് ലിസ്റ്റ് അതേപോലുള്ള കുറേ ഐറ്റംസ് നമുക്ക് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ വാല്യൂ ബേസിലായിരിക്കും നമുക്ക് ക്ലിയറിംഗ് എല്ലാം കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ കുറേ കസ്റ്റമേഴ്സ് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു കോഡ് ഇമ്പോർട്ടിംഗ് ലൈസൻസ് കോഡൊന്നും ഇല്ലാതെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കത് നമ്മുടെ കോഡ് വെച്ച് നമുക്കത് ക്ലിയറിംഗ് എല്ലാം ചെയ്ത് നമുക്ക് അതിന് ശേഷം കൊച്ചിയിലായാലും അല്ലെങ്കിൽ ചെന്നൈ, ഇപ്പോൾ ഏത് വഴിയാണോ നമ്മൾ വരുന്നത് അത് ഷിപ്പിംഗ് കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഏത് പോർട്ടാണെന്ന് നമ്മൾ ചൂസ് ചെയ്യുന്നത്. എവിടേക്കാണോ നമുക്ക് ബെസ്റ്റ് പ്രൈസ് കിട്ടുന്നത് നമ്മൾ ആ ഒരു ബേസിലായിരിക്കും നമ്മൾ ഏത് പോർട്ടിലേക്കാണ് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് അവിടെ നിന്ന് നമ്മുടെ ക്ലിയറിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ GST ബില്ല് വെച്ച്, അതായത് നമ്മുടെ കസ്റ്റമറിൻ്റെ ആർക്കാണോ നമ്മൾ പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ എടുക്കുന്ന GSTയിൽ നമുക്ക് അവിടെ നിന്ന് ബില്ല് ചെയ്ത് നമുക്ക് കൊറിയർ ചെയ്ത് നമുക്ക് നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയും. ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ ഇത്രയെല്ലാം കണ്ടീഷൻസ് ഉണ്ടോയെന്ന് ചിലപ്പോൾ ആലോചിക്കുന്നവരുണ്ടാവും. അപ്പോൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈസിങ്ങും അതേപോലെ തന്നെ ഷിപ്പിംഗ് എല്ലാം ക്ലിയറിംഗ് എല്ലാം കഴിഞ്ഞ് നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇന്ത്യ അതേപോലെയുള്ള UAE, സൗദിയിലോട്ടൊക്കെല്ലാം നമുക്ക് ഡോർ ടു ഡോർ ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്താണ് പ്രൊഡക്റ്റ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ മാക്സിമം ഫാസ്റ്റായിട്ട് തന്നെ നമ്മളിപ്പോൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് കുറേ അധികം എൻക്വയറി വന്ന് കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് അത്രയും ഡിലേ വരുന്നത്. അതിനുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി മാക്സിമം ഫാസ്റ്റായിട്ട് തന്നെ റീപ്ലൈ എല്ലാവർക്കും ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 4-5 ഇയേഴ്സ് മുന്നേ നമ്മൾ എടുത്തിട്ടുള്ള വിഷ്വൽസാണ് പലതും അതിലുള്ളത്. അപ്പോൾ നമ്മൾ ഇത് മുന്നേ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നമുക്കത് ഇത്രയും ഒരു സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ടും നമുക്ക് ഇത്രയും കാലം നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു 10 ഇയേഴ്സായിട്ട് ഇമ്പോർട്ടിങ് ചെയ്യുന്നതിനുള്ള ചെറിയ രീതിയിലാണെങ്കിലും ഇമ്പോർട്ടിങ് ചെയ്ത് പഠിച്ചതിൻ്റെ ബേസിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അതിലെന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നല്ല രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. കുറേ പേര് ചൈനയിലോട്ട് എങ്ങനെ വരാൻ പറ്റും എന്നുള്ളൊരു ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ അടുത്ത മാസം December 15 ഒരു ചൈന ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് കുറച്ച് ആൾക്കാരെ വെച്ച്. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഏകദേശം 1,20,000 റുപ്പീസാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്, ടിക്കറ്റ് ചാർജ് ഉൾപ്പെടെ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ടിക്കറ്റ്, വിസ, അതേപോലെ തന്നെ ഒരു 7 ഡേയ്സിൻ്റെ ട്രിപ്പാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ അതേപോലുള്ള റൂം, ഫുഡ് എല്ലാം കൂടിയിട്ടുള്ളൊരു കോസ്റ്റാണ്. കോസ്റ്റിൽ ചെറിയ മാറ്റം വരാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്, അത് ഫൈനലൈസ് ആവുന്നേ ഉള്ളൂ. അതേപോലെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം, നമുക്ക് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരാം. നമ്മൾ ഈവു, ഷെൻസൻ, ഗോഞ്ചോ 3 മാർക്കറ്റിലായിട്ടാണ് അതിൻ്റെ വിസിറ്റിങ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ, സീ യു.